ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ അഥവാ സമാന്തര ശ്രേണിയിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. 200 മുതൽ 600 വരെ 4ന് എത്ര ഗുണിതങ്ങളുണ്ട്? ഓക്കെ അല്ലേ? അപ്പൊ ഇവിടെ ഒരു സംഖ്യ മുതൽ വേറൊരു സംഖ്യ വരെ എത്ര ഗുണിതങ്ങളുണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ 3 പ്രോബ്ലംസ് എങ്ങനെയായിരുന്നു? രണ്ട് സംഖ്യകൾക്കിടയിൽ എത്ര ഗുണിതങ്ങളുണ്ട് എന്നാണ് കണ്ടുപിടിച്ചത്. ഓക്കെ അല്ലേ? അപ്പൊ അതേ സെയിം മെത്തേഡൊക്കെ തന്നെയാണ്, ഒരു ചെറിയ വ്യത്യാസമേ ഉള്ളൂ. ഇവിടെ ആദ്യം തന്നിരിക്കുന്ന സംഖ്യയിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? 1 മൈനസ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഒരു സംഖ്യ മുതൽ വേറൊരു സംഖ്യ വരെ എന്ന് ചോദിക്കുവാണെങ്കിൽ നമ്മൾ ആദ്യത്തെ സംഖ്യയിൽ നിന്ന് വേണം 1 മൈനസ് ചെയ്യണം. അപ്പൊ 200 1 മൈനസ് ചെയ്താൽ നമുക്ക് 199 എന്ന് കിട്ടും. അവസാനത്തെ സംഖ്യ എന്ത് ചെയ്യുക? അതുപോലെ തന്നെ അങ്ങ് എടുക്കുക. ഓക്കെ അല്ലേ? ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് നമ്മൾ കഴിഞ്ഞ 3 പ്രോബ്ലത്തിന് ചെയ്തത്. ഓക്കെ, ആ വ്യത്യാസം മനസ്സിലാക്കി വെക്കാം. പിന്നെ ബാക്കിയുള്ളതൊക്കെ സെയിം തന്നെ. ഇവിടെ ഏത് നമ്പർ ആണോ കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് എന്ത് ചെയ്യുക? 2 നമ്പറിനെയും ഡിവൈഡ് ചെയ്യാം. ഇവിടെ 4 ആയതുകൊണ്ട് 199നെയും 600നെയും എന്ത് ചെയ്യാം? 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ എത്ര കിട്ടും നോക്കിക്കേ. ഇവിടെ 19 അല്ലേ? അപ്പൊ 4ല് 4 പ്രാവശ്യം 16 വരും. ബാലൻസ് എത്ര വരും? 3. ഈ 9 താഴോട്ട് കൊണ്ടുവരുമ്പോൾ 4ല് 9 പ്രാവശ്യം 36 വരുന്നുണ്ട്. റിമൈൻഡർ 3. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് വേണ്ടത് ഹരണഫലമാണ്. അപ്പൊ 49 കിട്ടി. ഇനി അതുപോലെ 600ന് എന്ത് ചെയ്യുക? 4 കൊണ്ട് ചെയ്യുക. ഒരു പ്രാവശ്യം 4, ബാലൻസ് 2 വരും. 0 കൊണ്ടു താഴോട്ട് ഇട്ടു. അപ്പൊ 20 ആയി. 4ല് എത്ര ടൈംസ് ആ? 5 പ്രാവശ്യം അല്ലേ? അപ്പൊ 20, 0. ഇനി ഒരു ബാലൻസ് ഒരു 0യും കൂടി ചെയ്യാനല്ലേ? ആ 0 നേരെ ക്വോഷ്യനിലോട്ട് ഇട്ടാൽ മതി. അപ്പൊ 150 കിട്ടും. ഇനി ഈ 150ന്റെയും 49ന്റെയും വ്യത്യാസം എത്രയാണോ അതായിരിക്കും നമ്മുടെ ആൻസർ. അപ്പൊ 150 മൈനസ് 49 എത്രയായിരിക്കും? 50 49 1 അപ്പൊ 150 49 പോകുമ്പോ 101. അപ്പൊ ഓപ്ഷൻ ഡി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരിക. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.